സുരി പെയിൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പാർട്ടാണത്. ഇതിലാദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 4 വശത്തും ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലെവലെടുത്തിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇങ്ങനെ വെച്ച് തയ്ച്ചതിന് ശേഷം പതിച്ച് തയ്ക്കാം. ഓക്കെ, ഇത് തയ്ച്ചതിന് ശേഷം ക്ലോത്തിനെ പുറത്തേക്ക് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കൂടെ പതിച്ച് തയ്ക്കുക. ഇപ്പോൾ നമ്മൾ കറക്റ്റ് അളവിലാണ് ഈ വീതി എടുത്തിട്ടുള്ളത്. ഇതന്നെ നിങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന ഈ വീതി നീളത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒരു ഇച്ചിരി ഭാഗം ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മളിപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടല്ല കട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു വശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ്. ഇതും കൂടി വേറൊരു ലെയർ പീസ് എടുത്തിട്ട് ഇതുകൂടി നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് റൈറ്റ് ശരിക്കും ശ്രദ്ധിക്കണം. പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കയ്യിൽ നിന്ന് മറിഞ്ഞു പോയാൽ ലെഫ്റ്റ് റൈറ്റും കുഴപ്പമില്ല, രണ്ടൊരേ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ച് അയച്ച് ചെയ്യേണ്ടി വരും കേട്ടോ. ഒരു ഭാഗത്തെ സ്റ്റിച്ച് കഴിഞ്ഞു, അതായത് ഒരു പാൻറ്റിൻ്റെ സ്റ്റിച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് എടുക്കാം. അടുത്ത ഇതേപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ തയ്ച്ച് ക്ലിയർ ആക്കട്ടെ. ലാസ്റ്റ് പീസ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഈ എടുത്ത ഒരു ഭാഗം വീണ്ടും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുമ്പോഴാണ് അത് നമ്മുടെ കയ്യിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റ് വിട്ടു പോകുന്നത്. അതേ ലെവലിൽ തന്നെ വെച്ച് തയ്ക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റും വിട്ടു പോകില്ല. രണ്ട് പാൻറ്റിൻ്റെ, അതായത് രണ്ട് ലെഗിൻ്റെ ജോയിൻ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞ് മൂട് ഭാഗത്തുള്ള, അതായത് ക്രോച്ചിൻ്റെ ഭാഗത്തുള്ള ജോയിൻസ് ആണത്. ഇത് രണ്ട് ഭാഗത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ആംഗിൾ റൗണ്ടിലേക്ക് വരാം, അതായത് കാലിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തേക്ക്. ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, മടക്കി തയ്ക്കാം. ആംഗിൾ റൗണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മടക്കി ഓക്കെ. ഇനി നമുക്ക് അതേ ഭാഗം തന്നെ അപ്പം തന്നെ മറിച്ച് പിടിച്ചിട്ട് കരഭാഗം ഞാൻ 4 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നത്. ആ 4 ഇഞ്ച് പ്രകാരം ഫുള്ള് മേലോട്ട് തയ്ച്ച് പോവാം. നിങ്ങൾ എത്ര ഇഞ്ചാണോ ഇവിടെ തയ്യൽ തുമ്പ് എടുക്കുന്നത്, മാർക്ക് കഴിഞ്ഞിട്ടും എത്ര ഇഞ്ചാണോ തയ്യൽ തുമ്പ് എടുക്കുന്നത് അതിനനുസരിച്ച് ഫുള്ളായിട്ട് തയ്ച്ച് പോകാം കേട്ടോ. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ഒരു ഭാഗം കൂടെ ഫുള്ളായിട്ട് ഇങ്ങനെ സ്ട്രെച്ചബിൾ പോലെ കൊടുക്കും. അതായത് ക്രോസ് ആയിട്ടാണ് നമ്മൾ ഈ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്തോട് സെറ്റാക്കിയിട്ട് കിടക്കും. അത് അത്രയും ടൈറ്റ് ആക്കിയാലും നമുക്കതൊരു ഇടാനോ അയക്കാനോ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. കാരണം
ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ടൈറ്റ് ഫീൽ ചെയ്യൂല. കണ്ടില്ലേ, ഞാനിവിടെ 6 ഇഞ്ച് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 5.5 ഇഞ്ച് ആക്കിയാലും കുഴപ്പം വരില്ല കേട്ടോ. ഇവിടെ ടൈറ്റ് വേണ്ട, ലൂസ് മതി എന്നുള്ളവർക്ക് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ തയ്യൽ തുമ്പിലൂടെ തന്നെ തയ്ച്ചാൽ മതിയാവും. നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗമാണ്. ക്രോച്ചിൻ്റെ ഭാഗത്തേക്ക് ഫുള്ളായിട്ട്, അതായത് മേൽഭാഗത്തേക്കല്ല താഴ്ഭാഗത്തേക്ക്. അപ്പോൾ ക്രോച്ചിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഒരു ഭാഗം ഉണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം സ്റ്റിച്ചിനെ. എല്ലാ ഭാഗത്തും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും. നോർമൽ പാൻ്റ് അല്ല, നോർമൽ പാൻറ്റ് പോലല്ല. ഇതിന് നമ്മൾ ക്രോസാക്കി വെച്ചതിൻ്റെ പേരല്ല, നമ്മളെടുത്ത തയ്യൽ തുമ്പ് നമ്മൾ തയ്ച്ച് വരുന്ന സമയത്തേക്കും കുറച്ച് കൂടുതലായിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ കൂടുതൽ തയ്യൽ തുമ്പൊന്നും ഇങ്ങനെ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഓൾറെഡി ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ നിന്നുള്ള വീതി ആയിരിക്കില്ല, ഇതിങ്ങനെ ഇടുന്തോറും വീതി കൂടി വരും. അങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ കൂടി വരും. അപ്പോൾ വല്ലാണ്ട് നിങ്ങൾ തയ്യൽ തുമ്പ് എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി ടൈറ്റ് ആക്കണമെങ്കിൽ ടൈറ്റ് ആക്കാം, ലൂസ് ആക്കണമെങ്കിൽ ലൂസ് ആക്കാം. നമ്മുടെ ആ പാൻറ്റ് ടൈറ്റായി കിടക്കണമെങ്കിൽ അങ്ങനെ, അല്ല അത്രയും ടൈറ്റ് വേണ്ട, ലൂസ് ആക്കണമെങ്കിൽ അങ്ങനെ. പിന്നീട് ക്ലിയർ ആക്കിയാൽ മതി. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ചെയ്താൽ മതി. പാൻറ്റിൻ്റെ 2 വശവും നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ക്രോച്ചിൻ്റെ ഭാഗം സെറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ക്രോച്ചിൻ്റെ ലെങ്ത്ത് മേലേക്ക് വേറെ ബാൻഡ് വരുന്നുണ്ട്, അതിൻ്റെ താഴേക്കുള്ള ഒരു ഭാഗമാണ് ഇവിടെ. അപ്പോൾ ഇത് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് മറ്റ് പാൻറ്റിൻ്റെ ഇങ്ങനെ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്രോച്ചിൻ്റെ ഭാഗം ജോയിൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 12.5 ഇഞ്ച് വീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബാൻഡ്
ഈ വീതി കറക്റ്റ് 12 ഇഞ്ചിലാണ് നമ്മൾ വീതി വെട്ടിയിട്ടുള്ളതെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു ഇച്ചിരി കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 1-2 പ്ലേറ്റിനുള്ളൊരു സൗകര്യം നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇനി താഴേക്ക് ഇവിടെ ഇതിലേക്കൊന്നും ചെയ്യാൻ ബാക്കിയില്ല. ഇവിടെ 2 പാൻറ്റിൻ്റെയും സൈഡ് അടിക്കാം, കരം അടിക്കാം, പിന്നെ ഇവിടെ ക്രോച്ച് ജോയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് പാൻറ്റ് എങ്ങനെയാണ് ക്ലിയർ ആക്കാന്നുള്ളത് നോക്കാം. ഇതാണ് ഇവിടെ ബാൻഡിൻ്റെ സൈഡ് വശത്ത് ചെറിയൊരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അത് ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെയും ലെഫ്റ്റും റൈറ്റും മാറാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമ്മളിപ്പോൾ അലസ്റ്റിക് അല്ല ഇടുന്നത്, ചരടാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തല്ല വൃത്തിയായിട്ട് അതിൻ്റെ സ്റ്റിച്ച് കിട്ടാൻ വേണ്ടി ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ആദ്യം നമ്മൾ പുറം മറച്ച് പിടിക്കുക. ഇത് നല്ല വശമാണ്, ഇതാണിപ്പോൾ ചീത്ത വശം. ഓക്കെ, അപ്പോൾ നമ്മുടെ നല്ല വശവും കൂടി ഒരുമിച്ച് വെക്കുക. ഇപ്പോൾ നല്ല വശവും ഒരുമിച്ച് വെച്ചു. ഇനി വരുന്നത് ഈ ഭാഗത്താണ് നമ്മുടെ ഫോൾഡ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് താഴേക്ക് ഇറക്കി സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ 2 ഇഞ്ചാണെങ്കിൽ 2 ഇഞ്ച്, 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച്, നമ്മുടെ ഇവിടുത്തെ ഫോൾഡിനനുസരിച്ച് കേട്ടോ. വീതി 1 ഇഞ്ചായിരിക്കണം. നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റിന് നമ്മൾ ചെയ്യുന്നത് പോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് വീതി ആയിരിക്കണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് നീളവും ആയിരിക്കണം. ഓക്കെ, അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. നീളം ഇത് ഏകദേശം 1 ഇഞ്ച് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് വീതിയാണ്. അത് തന്നെ പിന്നെ തിരിച്ച് അങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും താഴെ ഭാഗത്തുനിന്ന് മേലേക്ക് വരാം. ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് വീണ്ടും മേലേക്ക് വരാം. ഇവിടെ അതേപോലെ തന്നെയാണ്, 1 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ചെറിയൊരു ഈ ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പിൽ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ചിനെ നിർത്താം. വീണ്ടും റിട്ടേൺ അങ്ങോട്ട് തന്നെ പോവാം. ഇവിടെ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ അല്ലേ, നമ്മുടെ ചരട് വരാനുള്ളൊരു ഹോള് മാത്രമാണിത്. ഇനി നമുക്ക് ഈ 2 സൈഡും മടക്കി തയ്ച്ച് കൊടുക്കണം. ചുരിദാറിൻ്റെ സ്ലിറ്റ് മടക്കുന്നത് പോലെ ഇവിടെ മടക്കി തയ്ച്ച് കൊടുക്കുക.
റിട്ടേൺ വരിക, എന്നിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ പോവാം. ഈ ഭാഗവും അതേപോലെ മടക്കി തരാം. ശ്രദ്ധിക്കുക, നമ്മൾ പാൻറ്റിൻ്റെ ചരടിടുന്ന ഭാഗം ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത് ചീത്തവശമാണ് കേട്ടോ. നമ്മുടെ ചീത്തവശമാണ്. ഇവിടെയാണ് നല്ല വശം. ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ട് വശത്തുള്ള നല്ല വശമാണത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കരഭാഗം, താഴ്ഭാഗം, ഇവിടെയാണ് നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതിനകത്ത് കൂടെയാണ് ചരടിടുന്നത്. അത് ലാസ്റ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മളിപ്പം തയ്ച്ച് വെച്ചിട്ടുള്ള പീസിനെ അറ്റാച്ച് ചെയ്യണം, ജോയിൻ ചെയ്യണം. ഈ ഒരു പീസിനെ നമുക്കിതിൽ ജോയിൻ ചെയ്യണം. അതിന് ആദ്യം നമ്മൾ വേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഭാഗവും സൈഡ് ഭാഗവും ജസ്റ്റ് ഒന്ന് ഡോട്ട് ഇട്ട് വെക്കുക എന്നുള്ളതാണ്, അത് നോട്ട്സ് ഇട്ട് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗമാണത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു നോട്ട്സ് ഇട്ട് വെക്കുക. ബാക്ക് സൈഡ് നമ്മളിവിടെ 2 പീസായിട്ട് എടുത്തില്ല, ഒരൊറ്റ പീസ് ആയതുകൊണ്ട് തന്നെ ബാക്ക് സൈഡ് ഏതാണെന്ന്, ബാക്ക് സൈഡിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവിടെ ചെറിയൊരു നോട്ട്സ് ഇട്ട് വെക്കുക. അതേപോലെ തന്നെ സൈഡ് ഭാഗത്ത് സൈഡിലേക്കും ഇതുപോലെ മടക്കി വെച്ചിട്ട് ഈ സൈഡിലും ഒരു നോട്ട്സ് ഇട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായി. ഇനി നമുക്ക് നമ്മുടെ പീസിന്, നമ്മുടെ താഴെ വെച്ചിട്ടുള്ള ആ ഒരു പീസിനെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അത് ഈ സൈഡിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതായത് ഇത് സെൻറ്റർ ഭാഗമാണ്, ഇത് സൈഡ് ഭാഗമാണ്. ഈ നോട്ട്സ് ഉണ്ടല്ലോ സൈഡ് ഭാഗമാണ്. ആ സൈഡിൽ നിന്ന് സ്റ്റിച്ചിനെ കൊണ്ടുവരാൻ ശ്രമിക്കാം. ആ സൈഡിൽ നിന്ന് സ്റ്റിച്ചിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചതിൻ്റെ സെൻറ്റർ ഭാഗമാണത്. ഇതിൻ്റെ സൈഡ് ഭാഗം എന്ന് പറഞ്ഞത് ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് വരാൻ നോക്കാം. ഈ സൈഡിൽ നിന്ന് ഇത് നല്ല വശമാണ്, നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശമാണ്. അതേപോലെ തന്നെ നല്ല വശം നമ്മുടെ പാൻറ്റിൻ്റെയും നല്ല വശം എടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യാം. ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതായത് സൈഡ് വശമാണ്, ശരിക്കും ശ്രദ്ധിച്ചെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ. നമ്മുടെ സൈഡ് വശമാണ്. അതേപോലെ ഈ പാൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്നും സൈഡിലേക്കാണ് നമ്മൾ രണ്ടും ജോയിൻ ആക്കുന്നത്. ഇനി നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. അപ്പോഴാണ് നമുക്ക് സെൻറ്റർ ഭാഗത്ത് ഈ ക്ലോത്ത് ബാക്കിയുണ്ടോ ഇല്ലയോ, ഏത് ഭാഗത്താണ് പ്ലേറ്റ് ഇടേണ്ടത് എന്നുള്ളതൊക്കെ, എത്രയാണ് പ്ലേറ്റ് ഇടേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ രണ്ടാമത്തെ നോട്ട്സാണ്. അതായത് ആദ്യം സെൻറ്ററിൽ നിന്നുള്ള നോട്ട്സ്, അത് കഴിഞ്ഞിട്ട് സൈഡിൽ നിന്നൊരു നോട്ട്സ് എടുത്തു. ഇത് ഈ നമ്മുടെ ബാൻഡിൻ്റെ ബാക്ക് സൈഡാണിത്. ഇത് നമ്മുടെ ജോയിൻ ചെയ്ത് വെച്ചതിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഫ്രില്ല് നമുക്കിവിടെ വരും. ഈ സെൻറ്റർ ഭാഗവും ഈ സെൻറ്റർ ഭാഗവും ബാക്ക് സൈഡിലെ സെൻറ്ററാണ്. ഇത് നമ്മുടെ ടോപ്പിന് പാൻറ്റിൻ്റെ സെൻറ്റർ ഭാഗം. ഇതിവിടെ ജോയിൻ ആയി കഴിഞ്ഞാൽ ഇത് ഒരൊറ്റ ഫ്രില്ല് അല്ലെങ്കിൽ 1 2 ഫ്രില്ലായിട്ട് നമുക്കിവിടെ വരും. അതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അതേ അളവിൽ തന്നെ തൊട്ടിവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളെ സെൻറ്റർ ഭാഗത്തിൻ്റെ, അതായത് ഫ്രണ്ട് സൈഡിലെ സെൻറ്റർ ഭാഗമാണത്. അപ്പോഴേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ സെൻറ്റർ ഭാഗത്തേക്ക് എത്തും. അവിടെ ഇതേപോലെ ചെറിയൊരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുക.
ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെയും എത്ര ബാക്കി ക്ലോത്ത് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അവിടെയും പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്യാം. ബാൻഡിൻ്റെ ഫുള്ള് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡിൻ്റെ മേൽഭാഗത്ത് ചരട് വെക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ബാൻഡിൻ്റെ മേൽഭാഗത്തായിട്ട്, അതായത് സെൻറ്റർ ഭാഗം, ഇതാണ് നമ്മൾ ഇട്ടിട്ടുള്ള പ്ലേറ്റ്. നമ്മൾ ഈ ഒരു പട്ട കുറച്ചുകൂടി വീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഞെരിവ് ഇവിടെ കിട്ടിയിരുന്നു. ഞാനിപ്പോൾ കുറച്ചാണ് എടുത്തിട്ടുള്ളത്, ആവശ്യത്തിനായിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയ 2 പ്ലേറ്റിൽ അവസാനിച്ചു. ഓക്കെ, ഇനി നമുക്ക് ചരട് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് നമ്മുടെ ബാൻഡിൻ്റെ ഭാഗം, ഇവിടെ നിങ്ങോട്ട് ബാൻഡിൻ്റെ ഭാഗം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഹോളിട്ട ഒരു ഭാഗമാണത്. ഇതിനകത്ത് കൂടെയാണ് എന്ത് വരുന്നത്, നമ്മുടെ ചരട് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചരടിനെ ഇതിനകത്ത് കൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള തുമ്പോടെ ഒരു വശമായിട്ട് അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള വശം ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മടക്കിയിട്ട് തയ്ക്കണമെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ നേരിട്ടിട്ട് ഇങ്ങനെ തയ്ക്കുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഈ ചരട് ഇതിനകത്തേക്ക് പോകണം. തയ്ക്കുന്ന സമയത്ത് ചരട് ഇതിനകത്തേക്ക് പോവുക. അപ്പോൾ പിന്നീട് ഇപ്പോൾ ചരട് ഇട്ടില്ലെങ്കിലും തയ്ച്ചതിന് ശേഷം ഒരു സൂചി പിന്നുകൊണ്ട് ചരട് ഇട്ടാലും കുഴപ്പമില്ല. ഇട്ടുണ്ട് തയ്ക്കുമ്പോൾ തന്നെ അതിനകത്തേക്ക് പോയാലും കൂടി എളുപ്പം നമുക്ക് കിട്ടുമല്ലോ. അതിനിങ്ങനെ ചെയ്യാം. ഈ ഒരു കരഭാഗം ഞാൻ മടക്കി തയ്ക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്ന് വരുന്ന ഭാഗമല്ല, ഇതിൻ്റെ ക്ലോത്തിൻ്റെ ലാസ്റ്റ് എൻഡ് ഭാഗമാണ്. അതുകൊണ്ട് ഇത് പിന്നില്ല. ആ ധൈര്യത്തിലാണ് ഇങ്ങനെ തയ്ക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കാണുന്നത് വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മടക്ക് ഇങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും തയ്ക്കാം കേട്ടോ. നമുക്ക് ചരട് ഒരു ഭാഗം നമ്മൾ ഇതിനകത്ത് കൂടെ ഇട്ടുണ്ട്. മറ്റേ ചരടിൻ്റെ അറ്റവും ഇതേപോലെ തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 2 അറ്റവും നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. വലിക്കാനും ലൂസാക്കാനും ടൈറ്റാക്കാനൊക്കെയുള്ള ഭാഗത്തിൽ ഇതവിടെ ജോയിൻ ചെയ്ത് കൊടുത്താൽ എത്രയേ ഉള്ളൂ. നമ്മുടെ പാൻറ്റിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഗ്രൂപ്പിൽ ഫോട്ടോ അയക്കാം കേട്ടോ.